പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയും യൗസപിതാവും യോഹന്നാൻസ്ലീഹയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട നോക്ക് മരിയൻ ഷ്രൈനിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് മുമ്പ് വന്ന ലൈവിൽ ഞാൻ പള്ളിക്കകത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് അധികം ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ പള്ളിക്ക് പുറത്ത് വന്നു. ഇപ്പോൾ ഷ്രൈനിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഷ്രൈനിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉൾവശം പരിശുദ്ധ അമ്മേനെയും യൗസപിതാവും യോഹന്നാൻസ്ലീഹയും മൂന്ന് പേരും ഒരുമിച്ച് ഈ നിൽക്കുന്ന സ്ഥലത്ത് മുകളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവിടെ പരിശുദ്ധ അമ്മേനെ യൗസപിതാവും യോഹന്നാൻസ്ലീഹയും ആകാശത്തൊരു കുരിശും ഒരു ഈശോനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആട്, ഒരു കുഞ്ഞാടിനെ ഈ ആകാശം നമ്മൾ ഈ പള്ളി നിൽക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് അപ്പാരിഷൻ ഉണ്ടായി. അപ്പോൾ ഈ അപ്പാരിഷൻ കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ലോകത്ത് ഈ മൂന്ന് പേരും, അതിൽ പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മ യൗസപിതാവും ഉള്ള അപ്പാരിഷൻ ലോകത്ത് നടന്നിട്ടുള്ള ഒരേ ഒരു സ്ഥലം. യൗസപിതാവിൻ്റെ അപ്പാരിഷൻ ലോകത്ത് മറ്റെങ്ങും ഔദ്യോഗികമായ സഭ അംഗീകരിച്ചിട്ടില്ല, ഇവിടെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ദൈവകരുണയുടെ അഭിഷേകം ശക്തമായി നിറഞ്ഞു നിൽക്കുന്ന ദേവാലയമാണ്. ഞാൻ അതിൻ്റെ ചുറ്റുവശങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതാണ് അപ്പാരിഷൻ ചാപ്പൽ. ഇവിടെയാണ് അപ്പാരിഷൻ നടന്നത്. പരിശുദ്ധ പിതാവ് ഈ വർഷം യൗസപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ യൗസപിതാവിൻ്റെ അപ്പാരിഷൻ നടന്ന ലോകത്തുള്ള ഔദ്യോഗികമായ സഭയുടെ അംഗീകാരം നൽകിക്കൊണ്ട് ബ്ലെസ് ചെയ്ത സ്ഥലമാണ്. ഇതിന് തൊട്ടു പുറകിലാണ് ഇവിടുത്തെ ബസലിക്ക ചാപ്പൽ. ആയിരത്തി 1979 യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ ഈ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ ബ്ലെസ് ചെയ്ത് കൊടുത്തതാണ് ഈ കൊന്ത, ഈ ഗോൾഡൻ റോസ്. ദ ഗോൾഡൻ റോസ് was presented to Yorkshire in 1970 by Pope John Paul II to mark his visit here for the centenary of the apparition of 1879. യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ഈ നിമിഷം അയച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അനേക വിശുദ്ധരുടെ സാന്നിധ്യം ശക്തമായി ഈ ദേവാലയത്തിന് ചുറ്റും പരിസരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇവിടെ ആൾക്കാർ ഒന്ന് കുരിശിൻ്റെ വഴി എത്തിക്കാറുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓൾവേസ് വെരി ബിസി, എപ്പോഴും ബിസിയാണ് ഈ സ്ഥലം. ഇന്ന് ഞങ്ങൾ വന്ന സമയത്താണെങ്കിലും ഇത് ഒരു വർഷം 1.5 മില്യൺ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഷ്രൈനാണ്. കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ള കാരണമാണ് ഈ വർഷം ഒരുപാട് ജനങ്ങൾ, കോവിഡിന് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന സ്ഥലമാണ്. ഞാൻ എല്ലാ വർഷവും ഇവിടെ നവംബർ മാസം ഒരു ഇയർലി പ്രെയർ ഉണ്ട്, നൈറ്റ് വിജിൽ ഉണ്ട്. നൈറ്റ് വിജിലിന് എല്ലാ വർഷവും വരുന്നതായിരുന്നു. കഴിഞ്ഞ വർഷത്തെ നൈറ്റ് വിജിൽ ക്യാൻസലായി 2020. ആദ്യമായിട്ടാണ് അത് ക്യാൻസലായത്. പക്ഷെ എന്നാലും ഓൺലൈനായിട്ട് വിജിലുണ്ടായിരുന്നു. ഇവിടെയാണ് ആൾക്കാർ മാസിനൊക്കെയുള്ള ഓഫറിംഗ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം. ഇതിന് തൊട്ട് പുറകിൽ വേറൊരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഞാൻ അകത്ത് കയറാം. നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഗോഡ് ഈസ് എവരിവെയർ. അപ്പം നിങ്ങൾ ഈ നിമിഷം നിയോഗങ്ങളെ സമർപ്പിക്കുക. പ്രത്യേകമായിട്ട് ദൈവകരുണാവിഷയങ്ങളിലേക്ക് വെളിപ്പെടും. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് മാസമുള്ള കാരണം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഞാൻ എടുത്ത് കാണിക്കാം. Don't study.
പാരിഷൻ ചാപ്പലിൻ്റെ തൊട്ട് പുറകിലുള്ള ചാപ്പലാണ്. പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെട്ട അനേകായിരം ദിവ്യബലികളുടെ അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയിൽ അർപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ദിവ്യബലിയുടെ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോയുടെ കരുണ ഈ നിമിഷം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂക്ക 10:19 വചനശക്തിയിൽ, 1 യോഹന്നാൻ 5:20 വചനശക്തിയാൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലേക്ക് ദൈവിക അഭിഷേകം നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. Which way is this? This is exit. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ദിവസം പിതാവ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച്, ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ ലൈവ് ഒന്നും ഒരു പ്രാവശ്യം പോലും എടുത്തിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ഫാദേഴ്സ് ഡേ ദിവസം ഒരു ലൈവ് എടുക്കുവാൻ ഈശോ കൃപ നൽകി. അപ്പോൾ ഞാൻ ബസലിക്ക ചാപ്പലിനകത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബസലിക്ക ചാപ്പൽ ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ള കാരണം മാസ് നടക്കുന്നുള്ളതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള 50 പേരെ കയറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് ചാപ്പലിനകത്തോട്ട് പോകാൻ നമുക്ക് ഇന്ന് നടക്കത്തില്ല, വേറെ ദിവസം പോവാം. എന്തായാലും ഞാൻ പുറത്തുനിന്ന് ഞാൻ കാണിക്കാം. നല്ല തണുപ്പുണ്ട് വൈകുന്നേരം. ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് മുമ്പ് ഒരു മഴ പെയ്ത കാരണം, ഇവിടെ സമ്മറാണ്, പക്ഷെ എന്നാലും ഈ മഴ പെയ്ത കാരണം നല്ലൊരു തണുപ്പ് ഇവിടെയുണ്ട്. ഈ ഒരു സ്ഥലത്താണ്, ഇവിടെ വെച്ചാണ് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ പരിശുദ്ധ കുർബാന അർപ്പിച്ച സ്ഥലമാണ്. നമുക്ക് അവിടെ നിന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കാം. Memorial of the papal visit on the 30th September 1979. This is the cross of the altar on which our Holy Father Pope John Paul II celebrated Mass on the occasion of his visit to the Knox Shrine. അപ്പോൾ ഇവിടെ നിന്ന് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ പരിശുദ്ധ കുർബാന ചൊല്ലിയ സ്ഥലമാണ്. Standing at the foot of this cross, the Holy Father, as a pilgrim, addressed 450,000 other pilgrims. അന്നേ ദിവസം 4,50,000 പേര് ഇവിടെ ഈ സ്ഥലത്ത് പരിശുദ്ധ പിതാവ് കുർബാന അർപ്പിച്ച സമയത്ത് അന്ന് 4.5 ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഈശോയെ ആരാധിച്ചു, പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകം ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയെ ഞങ്ങൾ പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുകയാണ്.
ഈ നിമിഷം കർത്താവെ ഞങ്ങളുടെ എല്ലാ വേദനകളെയും ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നതാണല്ലോ ഈശോയെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്. ഞങ്ങളുടെ ഒരു യോഗ്യതകളും നോക്കാതെ ഈശോ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ അവിടെ ഞങ്ങൾക്ക് കുരിശിൽ ബലിയായി തീർന്നു. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധൻ്റെ യോഗ്യതകളാൽ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് സ്പർശിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്ത് കടന്നു വന്ന് പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകം, കർത്താവ് ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ശ്ലൈകിക അധികാരത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന അതിശക്തമായ അഭിഷേകം, ഈ സ്ഥലത്ത് മുഴുവനും സ്വർഗം അയച്ചിരിക്കുന്ന ദൈവിക അഭിഷേകം, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ, യൗസപിതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ, യോഹന്നാൻ ശ്ലീഹായുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗീയ അഭിഷേകം. ഹല്ലേലൂയ. 3 വ്യത്യസ്തമായ കൃപകൾ പ്രത്യേകമായി ഇവിടെ ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയമായ ഒരു അപ്പാരിഷൻ. അത് സ്വർഗം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. സ്വർഗം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം, സഭയുടെ മാധ്യസ്ഥം, സഭയുടെ ശ്ലൈഹികമായിട്ടുള്ള അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കടന്നു വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളുടെ കൃപകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ദൈവീക മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഗോഡ് ഈസ് അബൌട്ട് ടൈം ആൻഡ് സ്പേസ്. ദൈവം സമയത്തിനും സ്ഥലങ്ങൾക്കെല്ലാം മുകളിൽ നിൽക്കുന്നവനാണ്. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഒരു നിയോഗം എന്ന് മാത്രമേ ഉള്ളൂ, ഒരു നിയോഗമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഒരു നിയോഗമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വരാൻ ഞാൻ ചിന്തിച്ചിട്ട് ഞാനിവിടെ വരുമെന്നുള്ളൂ. പക്ഷേ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന അഭിഷേകം സ്വർഗമായിരിക്കും. അപ്പം ഉറപ്പായിട്ടും അതിനകത്ത് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകതയെന്നല്ല, ഇന്ന് ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ഒരു നിയോഗമാണ്. ഈശോ നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയാവുന്ന തരത്തിലെ സൗഖ്യങ്ങളെ ഈ നിമിഷം അവിടുന്ന് അയക്കും. യെശയ്യാ 53:5 ഈശോ എടുത്തു കാണിക്കുന്നു. യെശയ്യാ 53:5 ഈശോയുടെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം അത് വെളിപ്പെടട്ടെ. ഈശോയുടെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം, ഈശോയുടെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം. രോഗികളായിട്ടുള്ള മക്കൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ, ഈശോയുടെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം ശരീരത്തിലേക്ക് വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഫ്രാൻസിസ് മാർപ്പാപ്പ 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ 2018 വന്ന സമയത്ത് ഇവിടെ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. ഒരുപാട് പിതാക്കന്മാർ, ഒരുപാട് വൈദികരെ കടന്നു വന്ന് പ്രാർത്ഥിച്ച്, നമ്മൾ മലയാളികളായിട്ടുള്ളവർ തന്നെ അയർലൻഡിൽ വന്നിട്ടുള്ള ഒരു 99% ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് വൈദികർ ബലിയർപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് മലയാളി വൈദികർ ബലിയർപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച സ്ഥലമാണ് പരിശുദ്ധ അമ്മേ. ദൈവമാതാവേ,
ഞങ്ങളെല്ലാവരെയും അമ്മയുടെ നീലക്കാപ്പയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളായ പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമമായ ഈശോ എന്ന നാമം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവനായ ഈശോനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിത്യസ്തുതി യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതി യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാവേ. ഞാൻ പള്ളിയുടെ ചുറ്റും ഒന്ന് പോയി, ഈ ഫ്രണ്ടിൽ ഈ ബസലിക്കയുടെ ചുറ്റും. ഈശോയെ കരുണയായിരിക്കണമേ കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. അപ്പോഴിന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ. ഫാദേഴ്സ് ഡേ പിതാക്കന്മാരുടെ ദിവസമാണ്. കർത്താവിന്റെ വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ? ബൈബിള് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, നമ്മളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. ഹി ലവ്സ് യു വെരി 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 മച്ച്. അപ്പം പള്ളിയുടെ ബസലിക്കയുടെ അകത്ത് കയറാൻ മേല, എങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്ന ബസലിക്കയാണ്. അപ്പോൾ ഫാദേഴ്സ് ഡേയുടെ ഇന്നേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, വാട്ട് ഈസ് ദ റിയൽ മെസ്സേജ്? ഫാദേഴ്സ് ഡേക്ക് നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദേശം എന്താ? ബൈബിളിൽ നമുക്ക് നോക്കുമ്പോൾ പാരബിൾ ഓഫ് ലോസ്റ്റ് സൺ, പ്രോഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഒരപ്പൻ അല്ലേ, ഒത്തിരി മകനെ സ്നേഹിച്ച ഒരപ്പൻ. ആ അപ്പൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ച് ആ മകൻ അപ്പനിൽ നിന്ന് ഓടി അകന്നുപോയി. ഇതൊക്കെ ഇവിടെ ടൂംസ് ആണ്. റൈറ്റ് റവറൻ മോൺസിഞ്ഞോർ ജെയിംസ് ഹോർൻ, 1911-1986 പിതാവിൻ്റെ കബറിടമാണ്. മോൺസിഞ്ഞോർ ഡൊമിനിക് ഗ്രേലി, 19 December 2005. നിരവധി പിതാക്കന്മാരുടെ കബറിടമാണിത്. നമ്മൾ പുറകോട്ട് നോക്കണം, അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെ സെമിത്തേരിയാണ്. അതിൻ്റെ ബാക്ക് ഞാൻ സൂം ചെയ്താ കാണിക്കണേ. ഓക്കെ, അപ്പോൾ ബൈബിളിൽ
ഇന്നേ ദിവസം ഈ ഒരു ഫാദേഴ്സ് ഡേക്ക് ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മെസ്സേജ് ഇതായിരുന്നു. അതായത് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. ധൂർത്തപുത്രൻ്റെ മുമ്പേ നമ്മൾ കാണുന്നത് ഈ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയാതെ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നൊരു മനുഷ്യനെയാണ്. അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയാതെ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നൊരു മനുഷ്യൻ. അപ്പൻ്റെ സ്നേഹം മനസ്സിലാകുന്നില്ല. അങ്ങനെ അപ്പനിൽ നിന്ന് അകന്നുപോയി അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അവൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും എത്ര സന്തോഷമായിട്ടാണ് കഴിയുന്നത്, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് എനിക്ക് മടങ്ങിപ്പോകണം. അങ്ങനെ തിരിച്ച് പോകാൻ വേണ്ടി തീരുമാനമൊക്കെ എടുത്ത് 3 കാര്യങ്ങൾ മനസ്സിൽ പറയാൻ വേണ്ടി കരുതി കൂട്ടി. അപ്പം നിനക്കെതിരെ സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടും, ഞാൻ യോഗ്യനല്ല, എന്നെ ഒരു വേലക്കാരനായിട്ട് ഒരു സെർവൻ്റായിട്ടെങ്കിലും സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് മനസ്സിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അപ്പൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുക. പക്ഷേ അപ്പനെന്നാ ഈ മകനെ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇവനെ ചുംബിച്ച് അവനെ ചേർത്ത് പിടിച്ചു. അതായത് ഈ അപ്പൻ്റെ അടുത്തേക്ക് വരാനൊരു ഡിസിഷൻ എടുത്തപ്പോഴേ അപ്പൻ ഓടി ഈ മകൻ്റെ അടുക്കിലേക്ക് ഓടി വരിക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരാനൊരു സ്റ്റെപ്പ് എടുക്കുമ്പം തന്നെ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരു ഈശോയുണ്ട്. നമ്മൾ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി തീരുമാനം എടുക്കുന്ന സമയത്ത് പള്ളിയിൽ പോകാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓർത്ത് സന്തോഷിക്കുന്ന ഈശോയുണ്ട്. ഹല്ലേലൂയ. ഇപ്പം പള്ളിയൊക്കെ തുറക്കുമല്ലേ, അടുത്ത ആഴ്ച ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ പള്ളികളും തുറക്കുമല്ലേ, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞില്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം തന്നെ ഈശോയുടെ ഹൃദയം സന്തോഷിക്കുക. അത് നമ്മളെ അതുപോലെ സ്നേഹിക്കുന്ന അപ്പനാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി. ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി എന്താ? നമ്മളെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ. ഹീസ് അവർ ഫാദർ, അല്ലെ, ഗ്രേറ്റ് ഫാദറാണ്. അപ്പോൾ ഫാദറിന് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും വേണ്ടപ്പെട്ടവരാണ്. ഒരാൾ പോലും വേണ്ടപ്പെടാത്തവരല്ല, എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നത് ഈശോ പാപപരിഹാര ബലിയായി തീർന്നു സകല മനുഷ്യർക്കും വേണ്ടി. റോമ 8:31 പറയുന്നത് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. എന്തിനു വേണ്ടി? അവനിലൂടെ നമ്മളെല്ലാവരും അവനിലൂടെ നമുക്ക് വേണ്ടതെല്ലാം തരാതിരിക്കുമെന്ന് ചോദിക്കുന്നത്. അത് ദൈവം എന്ന് നമുക്ക് അനുകൂലമാണ്, ഈ അപ്പൻ എന്ന് നമുക്ക് അനുകൂലമാണ്. ഇന്ന് ഫാദേഴ്സ് ഡേയിൽ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം എന്താ? ഈ നോക്ക് മരിയൻ ഷ്രൈനിൽ നിന്നുകൊണ്ട് ഈ ഒരു സന്ദേശം ഞാൻ പങ്കുവെക്കട്ടെ. അതായത് ഏറ്റവും വലിയ സന്ദേശം, ദൈവം നമുക്ക് അനുകൂലമാണ്. ഗോഡ് ഈസ് അവർ ഫാദർ ആൻഡ് ഗോഡ് ഈസ് വിത്ത് അസ്. ഗോഡ് ലവ്സ് അസ്. ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോ നമ്മളെ ഒത്തിരി ചേർത്ത് പിടിക്കുന്നു. ഈശോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത്രയും നേരം അങ്ങയോടൊത്തായിരിക്കുവാൻ അവിടുന്ന് നൽകിയ നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രാനം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിൻ്റെയും യോഹന്നാൻ സ്ലീഹായുടെയും പ്രത്യേക ഇന്റർസെഷൻ ഈ നിമിഷം ഇന്നെല്ലാവരിലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് ഇറങ്ങി നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട, യൗസേപ്പ് പിതാവ് പ്രത്യക്ഷപ്പെട്ട, യോഹന്നാൻ സ്ലീഹ പ്രത്യക്ഷപ്പെട്ട, ഈശോയുടെ കരുണ വെളിപ്പെട്ട ഈ ദേവാലയത്തിൽ, ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഏകസത്യ ദൈവമായ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഈ സ്ഥലത്തെ പരിചയപ്പെടുത്തണേ. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തണം. നിയോഗം സമർപ്പിക്കാം. ഓൺലൈനായിട്ട് പോലും നോക്ക് മരിയൻ ഷ്രൈനിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് വരും. അവിടെ പ്രയർ റിക്വസ്റ്റൊക്കെ നേരിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഒത്തിരി മിറക്കിൾസ് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് മിറക്കിൾസ് പരിശുദ്ധ അമ്മ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിറക്കിൾസ്. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങളോട് നിയോഗം സമർപ്പിക്കാൻ പറഞ്ഞ സമയത്ത് മിറക്കിൾസ് ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ആൻഡ് എനിക്ക് ഐ എം എക്സൈറ്റഡ് ടു ഹിയർ ദ ടെസ്റ്റിമണീസ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒത്തിരിയും സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ, ഇവിടെ വെളിപ്പെട്ട അഭിഷേകം എനിക്കറിയാം. അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സാക്ഷ്യമായിട്ട് പങ്കുവയ്ക്കും. അപ്പം ധൈര്യമായിട്ട് ഉറപ്പായിട്ട് പറയാം, സമർപ്പിച്ച നിയോഗങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൃപ ഉറപ്പായിട്ടും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഏത് നിയോഗത്തെയാണോ സമർപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് കർത്താവിൻ്റെ കരുണ വെളിപ്പെടും. അത് ഉറപ്പാണ്, 100% ഷുവറാണ്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ആവേ മരിയ.